അപ്പോൾ ഇന്നൊരു മലക്കപ്പാറ യാത്രാവിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചാലക്കുടി ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. അപ്പോൾ KSRTC ബസ് ഉണ്ടാവാറുണ്ട് മലക്കപ്പാറയ്ക്ക്. അപ്പോൾ നമുക്ക് ചെന്നപ്പോൾ കിട്ടിയത് ചീനിക്കാസിൻ്റെ ബസ്സായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ തന്നെ കയറി, വേറെ ബസ്സൊന്നും നോക്കി നിന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി നേരം വൈകിട്ടുണ്ടായിരുന്നു. ഒരു 6:30ക്കൊക്കെ എത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളെല്ലാവരും കൂടി റെഡിയായി പുറപ്പെട്ടൊക്കെ വന്നപ്പോൾ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കും നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കിട്ടിയ ബസ്സിന് കയറി പോവുക ചെയ്തത്. അപ്പോൾ പോണ വഴിയാണ് നമ്മളുടെ സിൽവർ സ്റ്റോം, ഡ്രീം വേൾഡ്, അങ്ങനത്തെ വാട്ടർ ഡ്രീം പാർക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ സ്റ്റോപ്പിൽ നിർത്തിയാണ് പോണത്. കയറിയപ്പോൾ തന്നെ നല്ല ശോക പാട്ടുകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരാണ്, നമുക്ക് കുറച്ചുകൂടി പഴകിയ പാട്ടൊക്കെ വയ്ക്കുമ്പോൾ അത്ര വലിയ രസമുണ്ടാവില്ല. അതും അതിരാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ കേട്ട് ശോകം അടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിരപ്പള്ളിയും വാഴച്ചാലും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ല കൊടൂര വനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിരപ്പള്ളിയുടെ എൻട്രൻസ് എത്താറായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആയാലും അധികം ഷോപ്പുകൾ അങ്ങനെ ഒന്നും ഓപ്പൺ ചെയ്ത് വരണേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ട കാരണം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് ഡ്രൈവർ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഈ മലക്കപ്പാറ ട്രിപ്പ് ഉദ്ദേശിച്ച് കയറിയവരൊക്കെ ഇതുപോലെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ചായയും പഴംപൊരിയും ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ വാഴച്ചാലിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഒക്കെ ഏരിയയൊക്കെ കഴിഞ്ഞു. ഇതുപോലെ 2 വീലറിലൊക്കെ പോകാൻ നല്ല രസമാണ്. 2 വീലർ കാറിലൊക്കെ പോകാനായിട്ട്, കാറിലെ സെൻട്രൽ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് എനിറ്റൊന്ന് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ആഗ്രഹം വെച്ചുകൊണ്ടിരുന്ന ഈ അടുത്ത കാലത്ത് നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാരണമാണ് ബസ്സെങ്കിൽ ബസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കയറിയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആദിവാസികൾ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളവരെ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടി പോയപ്പോൾ ഒരു ഇത്തിരി കൂടി നല്ല പ്ലേസിൽ കൊണ്ട് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു ബസ്സായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. അപ്പോൾ ഈ മലക്കപ്പാറ വാൽപ്പാറയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ കുറേ തേയിലത്തോട്ടങ്ങളാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്നത്തെ ദിവസം. കണ്ട ആകാശമൊക്കെ നല്ല നീല കളറിൽ ഇരിക്കുകയായിരുന്നു. നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബസ്സിലും ഒരു വിധം എത്തിയപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. ഈ ആദിവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഗ്യാങ് ആയിട്ട് എന്താ പറയുക, കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സെൻറ്ററിലേക്ക് അവരെല്ലാവരും വന്ന് നിന്നിട്ട് അവിടെ നിന്ന് ജീപ്പിലാണ് അവർ ഇതുപോലെ ബസ് കയറാൻ വരുന്നത്. എന്നിട്ട് അവർ ഓരോ ടൗണിൽ പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും അവർ ഈ ജീപ്പിൽ കയറിയിട്ട് അവരുടെ ഏരിയകളിലേക്ക് പോകണുണ്ടാവണം. ഞാൻ അങ്ങനെ കേട്ടോ ശ്രദ്ധിച്ചേ. കാരണം അവരെ വരുന്നതും നമ്മളെ ബസ്സിൽ തന്നെയായിരുന്നു. തിരിച്ച് നമ്മൾ റിട്ടേൺ പോകുമ്പോഴും അവർ ഈ ബസ്സിൽ തന്നെ കയറിയിട്ടുണ്ടായേ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ജീപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ എല്ലാവരും ഒരു നാട്ടിലുള്ളവരൊക്കെ കൂടി കൂട്ടം കൂടിയിട്ടാണ് എന്താ പറയുക പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി പോയപ്പോൾ ഇതുപോലെ ഒരു ഡാമും പരിസര പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ പ്രൈവറ്റ് ബസ് ആയാലും നമുക്ക് നിർത്തി ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. വെറുതെ നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടു പോവാം. അതല്ല നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയേനെ. പക്ഷെ നമുക്ക് ഇതേ നിവൃത്തിയുള്ളൂ. കാരണം നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു ബസ്സിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കണം, അവിടെയൊക്കെ പോയി ഒന്ന് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ അത് നടക്കില്ല. അപ്പോൾ അത് കാരണം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ആകപ്പാടി അവർ നിർത്തി തന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചായ കുടിക്കാനും പിന്നെ ആ ഒരു ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടെ മാത്രമാണ് അവർ നിർത്തി തന്നത്. പിന്നെ എവിടെ നിർത്തി തരാതെ നേരെ ഒരു പോക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് സീറ്റിലിരുന്ന് ഞാൻ വെയിൽ കൊണ്ടൊരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷീണിച്ച ആവശ്യതയായി. പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബസ് യാത്ര ഭയങ്കര ബോറിംഗ് ആണ്. എന്താ പറയുക, എനിക്ക് തലവേദന എടുക്കും ഒരുപാട് ഇങ്ങനെ കുലുങ്ങി തെറിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ ഈ മലക്കപ്പാറ എത്തണ ആ ഒരു വഴികളൊക്കെ ഭയങ്കര ഡേഞ്ചർ വഴികളാണ് കേട്ടോ. ശരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. നല്ല ഇരുട്ട് മൂടിയ അന്തരീക്ഷമാണ് അവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം കടപുഴകി എതിരെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മുറിച്ച് മാറ്റാണ്ട് നമുക്ക് കടക്കാൻ പറ്റില്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. മാത്രമല്ല ഇപ്പുറത്ത് കൊക്കയും ഇപ്പുറത്ത് എന്താ പറയുക മലകളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക പേടിപ്പെടുത്തുന്നൊരു അന്തരീക്ഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ. ഇപ്പം നമ്മളതൊക്കെ കടന്നിട്ട് ഏകദേശം വാൽപ്പാറയുടെ ഒക്കെ ആ ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. തമിഴ്നാടിനോട് അടുത്ത് എത്തുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ എത്തണത്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വനത്തിലൂടെയാണ് യാത്ര. എന്താ പറയുക, ഉച്ചയായ പോലെ നമുക്ക് മനസ്സിലാവില്ല ഉച്ചയാണെന്ന്. കാരണം വെട്ടവും വെളിച്ചമൊന്നും ഇറങ്ങാതെ അതിരാവിലെ നമ്മൾ അതേ സൂര്യപ്രകാശമൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം പോലെ നമുക്ക് തോന്നും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ബൈക്കിലും കാറിനൊക്കെ നമ്മൾ ഫ്രണ്ട്സും
ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അതാണ് രസം. ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. വിശന്നപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാതെ പോകാൻ പറ്റില്ല. കാരണം നമുക്ക് നിർത്തി എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡ് കഴിക്കാനും പറ്റില്ല. മാത്രമല്ല ഇവിടുത്തെ ഫുഡുകളൊന്നും അത്ര രസവുമില്ല. കാരണം ഉച്ചക്കത്തെ ഫുഡ് നമ്മളിവിടെ ബസ് ഡ്രൈവർ എവിടെയാണോ കഴിക്കുന്നത് നമ്മളവിടെ പോയി കഴിക്കുകയുണ്ടായത്. വായേ വയ്ക്കാൻ കൊള്ളില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ബാത്റൂം പ്രത്യേകിച്ച് പറയേ വേണ്ട, ഒരു പ്രത്യേക തരം ബാത്റൂമിൽ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ആ ഒരു റൂട്ടിൽ പോയപ്പോൾ കയറിയത്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിരപ്പള്ളി കയറി ഉക്കുറുട്ടനെ അങ്ങനെ ആദ്യമായിട്ടാണ് വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറക്കി വിടുന്നത്. അപ്പോൾ നമ്മളും വെള്ളത്തിലിറങ്ങിയപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് ചേട്ടൻ്റെ അവനെ ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വിട്ടേക്കാം. മറ്റു കുട്ടികളെ കണ്ടപ്പോൾ അവനൊരു ആഗ്രഹം ഇതുപോലെ കളിച്ച് നിൽക്കാനായിട്ട്. അപ്പം അതിൻ്റെ സന്തോഷം ആ മുഖത്ത് കാണാനുണ്ട് ആൾക്ക്. അങ്ങനെ പറഞ്ഞ് ചേച്ചിയും കൂക്കിരിയും കുഞ്ഞിനൊക്കെ വെള്ളത്തിലിറങ്ങി. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീൻസായിരുന്നു, വേറൊരു ഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പൊതുവേ വെള്ളം നനയാൻ കുറച്ച് മടിയുള്ള ആളായ കാരണം ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങുന്നു. പക്ഷെ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഞാനില്ലാണ്ട് അവൾ വെള്ളത്തിലിറങ്ങില്ല. അത് അങ്ങനത്തെ ഒരു ആളായ കാരണം എന്നെയും പിടിച്ച് വലിച്ച് കുറച്ചൊന്ന് നനപ്പിച്ചു വിടാം. അങ്ങനെ ഞാനും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർക്കൊന്നും വെള്ളത്തിൽ നിന്ന് കയറണം എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ബസ്സിനാണല്ലോ വന്നിറങ്ങിയത്. അപ്പോൾ നമ്മൾ തിരിച്ച് ചാലക്കുടിയിലേക്ക് ബസ്സിന് തന്നെയാണ് പോയത്. അവിടെ നിന്ന് പിന്നെ നമ്മളെ വീട്ടിലേക്കും പോകാണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ.